എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മുടെ അടുത്ത ഹെയർ കെയർ ചലഞ്ച് ആയിട്ട് നടക്കുവാണ്. ഞാനതെല്ലാം കൂടെ ഒറ്റ പ്ലേലിസ്റ്റിലാക്കിയിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വീഡിയോസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ആ പ്ലേലിസ്റ്റിൽ ഇടുമ്പം ലൈവ് നമുക്ക് പ്ലേലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുഴപ്പമുള്ളത് കൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാതിരുന്നത് കേട്ടോ. കഴിഞ്ഞ നമ്മുടെ സീരീസുകൾ ഫുള്ള് ഹെയർ കെയർ ആണ്. അതെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാകും. ഇന്നലെ നമ്മൾ തലയിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. തല അങ്ങനെ ഫ്രീ ആയിട്ടേ വിട്ടിട്ടുള്ളൂ. ആക്ച്വലി ഇൻഡിഗോ അപ്ലൈ ചെയ്യേണ്ട സമയമായി. ഞാൻ എന്താ ഒരു ദിവസം ലേറ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റന്നാൾ ഇൻഡിഗോ അപ്ലൈ ചെയ്യാം. നാളെ ഒരു ദിവസം നമുക്ക് തലയിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. കാരണം പാക്കുകളൊക്കെ ഇടുന്നത് നമുക്ക് ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിടുമ്പോഴാണ് മുടിക്ക് നല്ലപോലെ മുടിയിലോട്ട് നല്ലപോലെ പെനട്രേറ്റ് ചെയ്ത് പിടിക്കുകയും നമ്മൾ ചെയ്യുന്നത് മുടിക്ക് നല്ല ഗുണം കിട്ടുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ പതിവ് പോലെ തന്നെ രാവിലെ തലയിൽ ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും രാവിലെ തലയിൽ ചെറുതായിട്ട് ഓയിൽ മസാജ് കൊടുത്തിട്ടുണ്ട്. ഓയിൽ മസാജ് കമ്പൽസറി ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ദിവസം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം നീലയമരി ഓയിൽ തലയിൽ തേക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ ആ ഹെർബൽ ഓയിലില്ലേ എല്ലാം കൂടി ഇട്ടിട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഈ ഒരു ഓയിൽ ഇത് അടുത്ത ദിവസം ചെയ്യും. അങ്ങനെ ഓരോ ദിവസമായിട്ടാണ് തലയിൽ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അപ്പൊ നമ്മുടെ തലമുടിയിലോട്ട് നല്ലപോലെ പെനട്രേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മളിങ്ങനെ ഓരോ ദിവസം തലമുടിയൊക്കെ നല്ലപോലെ വാഷ് ചെയ്യുന്ന സമയത്ത് ആ അഴുക്ക്, അതായത് എണ്ണയ്ക്കകത്തുള്ള ആ ഒരു പിശുപിശുപ്പൊക്കെ പറയത്തില്ലേ, അത് തലയിൽ അങ്ങോട്ട് പിടിക്കാതെ തല അങ്ങോട്ട് നീറ്റായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. ഒരുപാട് പേർക്ക് ഒരു സംശയമുണ്ട്, നമ്മുടെ മുടി എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് കൊഴിഞ്ഞു പോകുന്നു, ചേച്ചി എന്താ ചെയ്യുക, അല്ലെങ്കിൽ മുടിക്ക് ഒരു തിളക്കമില്ല, മുടിക്ക് ഒരു ജീവനില്ല, വളരുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചലഞ്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ നമുക്കൊരു വലിയ എന്താ പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള മാജിക്കൽ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ മാജിക് ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പതുക്കെ മുടിയെ ഒരുപാട് സ്നേഹത്തോടെ സംരക്ഷിച്ച് പതുക്കെ ക്ഷമയോടെ ചെയ്താൽ മാത്രമേ മുടിയും നമുക്ക് തിരിച്ച് റിസൾട്ട് തരുള്ളൂ, നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യുള്ളൂ. ഓക്കെ, മുടി പൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കൃത്യമായിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള, ഞാൻ പറയാറില്ലേ, നല്ല ഒരുപാട് ചീരവർഗ്ഗങ്ങളൊക്കെ ഒരുപാട് കഴിക്കണം, നല്ല നാരുള്ള ഫുഡുകൾ കഴിക്കണം, പിന്നെ നല്ല ബദാം, പിസ്ത ഇങ്ങനെയൊക്കെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കണം, പാട നീക്കിയ പാല് കഴിക്കുക. ഡയറ്റ് ഉള്ളവർക്കല്ല ആക്ച്വലി പാല് കഴിക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്. സ്കിംഡ് മിൽക്ക് കഴിക്കാം, ഒരുപാട് വെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ച് പാല് കുടിക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻടേക്കും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലപോലെ മുടി വളരുക. പിന്നെ നെല്ലിക്ക, കറിവേപ്പില ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചുമ്മാ വെളിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി വളർത്താനായിട്ട് ശ്രമിക്കരുത്. പിന്നെ സ്ട്രെസ് വലിയൊരു ഘടകമാണ്. ഒരുപാട് സ്ട്രെസ് ആകാതിരിക്കുക. നമുക്കറിയാം, നമുക്കൊരു ഏജ് ആകും തോറും നമുക്ക് കൂടുതൽ സ്ട്രെസ്സുകൾ ഉണ്ടാവും, നമുക്ക് മാനസികമായിട്ട് ചില ടെൻഷൻസ് ഉണ്ടാവും, അതൊക്കെ ലൈഫിൽ ഉണ്ടാകും. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ശീലിക്കുക. അപ്പൊ നമുക്ക് അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് അതും വളരെ മുഖ്യമാണ്. നല്ലപോലെ ഉറങ്ങണം. അപ്പൊ ഉറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് നല്ല ഒരു ഇത് കിട്ടുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് ഹെയറിന് നമ്മളൊന്ന് സ്പാ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് പേർക്കുള്ള പ്രോബ്ലമാണ് മുടിക്ക് ഒരു സോഫ്റ്റ്നെസ് ഇല്ല, മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നു. എന്ത് ചെയ്താലും മുടിക്ക് ഒരു ഡ്രൈനെസ് ആണ്, മുടി ഒരു വളർച്ചയില്ലാതിരിക്കുക. അതുപോലെ തന്നെ മുടിക്കൊരു സോഫ്റ്റ്നെസ്. നമ്മളൊരു കണ്ടീഷണറൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, നല്ലൊരു കണ്ടീഷനിങ് തലയ്ക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുടി എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് സിൽക്കി ആയിട്ട് കിടക്കും. അപ്പോൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കണ്ടീഷണർ എന്ന് പറയുന്നത് നമുക്ക് തലയോട്ടിയിലോ ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ മുടി ഭാഗങ്ങളിലും മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് നമ്മുടെ മുടിയുടെ താഴോട്ടുള്ള ഭാഗം മാത്രം സോഫ്റ്റ് ആയിട്ട് കിടക്കും. നമ്മുടെ ഉച്ചയൊക്കെ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. നമ്മുടെ മുടി വളർന്നു വരുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ റൂട്ടിൽ നിന്നാണ് വളർന്നു വരുന്നത്. അപ്പോൾ അവരെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് തുമ്പ് മാത്രം ഷൈനിങ് ആയിട്ടിട്ട് കാര്യമല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് ഒരു കിടിലൻ കണ്ടീഷണറാണ്. എങ്ങനെ തലമുടിയെ നല്ല സോഫ്റ്റ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് കണ്ടീഷനിങ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കത് ഈസി ആയിട്ട്, നമുക്ക് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് ഈസി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എങ്കിലും ചിലതൊക്കെ നമുക്ക് നല്ല പാക്കുകളൊക്കെ ഉള്ളപ്പോൾ അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യും. പറ്റുവാണെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന സമയത്ത് നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് അലോവേര ജെൽ എടുക്കാം. അലോവേരയുടെ ജെല്ല് തന്നെ വേണം നിർബന്ധമില്ല. ഫ്രഷ് ആയിട്ടുള്ള അലോവേര, ഒരുപാട് പേർക്ക് അലോവേരയുടെ ഫ്രഷ് ആയിട്ടുള്ള അലോവേര തലമുടിക്ക് ചൊറിച്ചിലുണ്ടാക്കും, അലർജി ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ അലോവേര ജെൽ എടുത്തേക്കുന്നത്. അലോവേര ജെല്ല് നല്ല ഒരു സ്പൂൺ, നല്ല വലിയൊരു സ്പൂൺ തന്നെ അലോവേര ജെൽ എടുക്കുക. നമ്മുടെ റൂട്ടിലൊക്കെ നല്ല തേച്ച് പിടിപ്പിക്കണ്ടുള്ളതല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ടയുടെ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം. ഫുള്ള് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കുക, നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം.
പിന്നെ ഇതിന്റെ കൂടെ വേണ്ടതെന്ന് പറയുന്നത് ഒരു ഹാഫ് പഴമാണ്. ഒരു പഴം ഫുള്ളായിട്ടും വേണ്ട, ഹാഫ് പഴം മതി. ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു പഴം ഫുള്ളായിട്ട് എടുക്കാം. ബിക്കോസ് ഇത് നമുക്ക് മുടിയുടെ റൂട്ടിലാണ് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമുറി പഴം എടുക്കുന്നുള്ളൂ. എന്നിട്ടൊരു മിക്സിയിലോ എന്തെങ്കിലും നല്ല ഭംഗിയായിട്ട് അരച്ച് പേസ്റ്റ് ആയിട്ട് എടുക്കാം. ഞാനിവിടെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടേ ഉള്ളൂ. എത്രത്തോളം നല്ല പഴുത്ത പഴം കിട്ടുന്നോ അത്രത്തോളം നല്ല പഴുപ്പോടുകൂടി എടുക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത്, ഈ ഒരു മിക്സിനെ നല്ല പേസ്റ്റ് ആയിട്ട് എടുത്തതിന് ശേഷം ഇത് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഫസ്റ്റ് നമ്മളൊന്ന് തലയോട്ടിയിലൊക്കെ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് ചീപ്പ് വെച്ച് പല്ല അകലമുള്ളൊരു ചീപ്പ് വെച്ച് ഒന്ന് ചീകി കൊടുക്കുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കെട്ടി വെക്കുക. പിന്നെ ചിലർക്ക് അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ചേച്ചി ഞങ്ങൾ മുട്ട ഉപയോഗിക്കില്ല, മുട്ട ഉപയോഗിക്കാത്തവർക്ക് എന്ത് ചെയ്യാം എന്നുള്ളത്, നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതിനകത്ത് ചേർത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. മുട്ട ഉപയോഗിക്കാത്തവർക്ക് അല്ലെങ്കിൽ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. രണ്ടും നല്ല റിസൾട്ട് തന്നെ തരും. എനിക്ക് പക്ഷേ മുട്ടയാണ് കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. മുട്ടയുടെ വെള്ള, ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് ഉള്ളവരാണെങ്കിൽ മുട്ടയുടെ യെല്ലോ മാത്രമായിട്ട് ഉപയോഗിച്ചാൽ മതി, വെള്ള വേണ്ട. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ, നിങ്ങളുടെ മുടിയുടെ സ്ട്രക്ചർ അനുസരിച്ച് നിങ്ങൾ ഇത് മാറ്റിക്കോണം കേട്ടോ. ഞാൻ യൂഷ്വലി എടുക്കുമ്പോൾ ഒരു മുട്ടയുടെ ഫുള്ളായിട്ടാണ് എടുക്കാറുള്ളത്. നിങ്ങൾക്ക് എനിക്ക് നോർമൽ ഹെയർ ആണ്. എനിക്ക് ഒരുപാട് ഓയിലി അല്ല, ഡ്രൈയും അല്ല, നോർമൽ ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ അതാവുമ്പോൾ എല്ലാം ചേരും. അപ്പം നിങ്ങൾക്ക് മുട്ടയുടെ ഒരുപാട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ വെള്ളം മാറ്റിയിട്ട് നമുക്ക് മഞ്ഞ മാത്രമായിട്ട് ഉപയോഗിക്കാം. ഇല്ല ഭയങ്കര ഓയിലി ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ മാറ്റിയിട്ട് യെല്ലോ മാത്രമായിട്ടും ഉപയോഗിക്കാം കേട്ടോ. രണ്ടും ഒരേ റിസൾട്ടാണ്, തേങ്ങാപ്പാലായിരുന്നാലും ശരി മുട്ടയായിരുന്നാലും ശരി. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മുടിയിൽ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കണം. റൂട്ടിൽ നല്ല ഭംഗിയായിട്ട് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് എടുത്ത് ഇതുപോലെ ആ ഒരു പാക്ക് കയ്യിലെടുത്തിട്ട്, ഞാൻ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളാകും കേട്ടോ. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ ഇങ്ങനെ നടന്നിട്ടായിരിക്കും കഴുകുന്നത്. അപ്പോൾ എനിക്കതിന് മാറ്റവും അറിയാനുണ്ട്. ഒരാഴ്ച കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഒരു ഹെയർ കെയർ കറക്റ്റായിട്ട് ഞാനും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് സംരക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും പോസിറ്റീവായിട്ട് വരും, പോസിറ്റീവായിട്ട് നമ്മൾ അടുത്തോട്ട് വരും എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. മുടി ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് അല്ലേ? പിന്നെ നമ്മൾ ഈ പാക്കൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഹെന്നയും ഇൻഡിഗോയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മേ ബി ആ മുടിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് പോകാൻ കാരണമാകും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആവുകയേ വേണ്ട, ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ വീണ്ടും ഹെന്നയും ഇൻഡിഗോയും ഒക്കെ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആ മുടിയിൽ കളർ പിടിക്കാനായിട്ട് തുടങ്ങും. നാളെ നമ്മൾ വീണ്ടും, നാളെ അല്ല മറ്റന്നാൾ വീണ്ടും നമ്മൾ ഹെന്നയും ഇൻഡിഗോയും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവുമൊന്നും വേണ്ട. അപ്പോൾ ഈ പാക്ക് നല്ലപോലെ മുടിയുടെ തുമ്പ് വരെ തേച്ച് പിടിപ്പിച്ച് വാരി കെട്ടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും തലയിൽ വിട്ടിട്ട് നല്ല നമ്മുടെ ഹെയർ ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകാം. കാരണം മുട്ടയുടെ സ്മെല്ലുണ്ട്, ചില ആ സ്മെല്ല് പിടിക്കത്തില്ലല്ലോ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ശീക്കക്കായ് പൊടിയില്ല, നമ്മുടെ ഹെയർ വാഷ് കഞ്ഞിവെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ ഒലമ്പി കഴുകും. അപ്പോൾ ആ ഒരു മുട്ടയുടെ സ്മെല്ലും പോകും. ശീക്കയുടെ സ്മെല്ല് തലയിൽ വരുമ്പോഴത്തേക്ക് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ പൊയ്ക്കോളും. സ്മെല്ല് പോയതിനു ശേഷം മുടി നാച്ചുറലായിട്ട് നല്ലപോലെ ഉണക്കിയിട്ട് നല്ല ചീക് വെച്ച് ചീകിടാം. ഇനി വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ മുട്ടയുടെ സ്മെല്ലുള്ളതൊന്നും പ്രശ്നമില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഷാമ്പു ഒന്നും ഇരണ്ട, ജസ്റ്റ് നല്ല വെള്ളത്തിൽ, ഒരുപാട് വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഉണക്കി ഇട്ട് വെച്ചിരുന്നാലും മതി. അതിന്റെ അടുത്ത ദിവസം നമ്മൾ ഒരു ഷാമ്പു ഒക്കെ ഇട്ട് ഒന്ന് വൃത്തിയായിട്ട് കഴുകാം. ഇപ്പൊ ഞാൻ ഷാമ്പു ഇടുന്നതിന്റെ കാരണം, ഷാമ്പു ഇടുമെന്ന് പറയുന്നതിന്റെ കാരണം നമുക്ക് മറ്റന്നാൾ ഹെന്നയും ഇൻഡിഗോയും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ മുടി നല്ല സ്കാൽപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഷാമ്പു ഇടാൻ പറയുന്നത്. ഷാമ്പു എന്ന് പറയുന്നത് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കെമിക്കൽസ് ഒന്നും വാരി തലയിൽ അപ്ലൈ ചെയ്യരുത്. പിന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നത് തന്നെ വേസ്റ്റ് ആയി പോകും. അപ്പൊ നമ്മൾ ഇത് നല്ലപോലെ അപ്ലൈ ചെയ്ത് ഒരു 1/2 മണിക്കൂറെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് കുളിച്ച് നോക്കിയേ റിസൾട്ട് കണ്ട് നിങ്ങൾ തന്നെ നേട്ടു. ദൈവമേ, ഞാൻ ഇത്രയും നാളും അപ്പൊ മുടി നോക്കാതിരുന്നത് കൊണ്ടാണോ മുടി ചീത്തയായി പോയിക്കൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രോഡക്റ്റുകളൊക്കെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് നമുക്ക് സന്തോഷത്തോടെ നമ്മൾ ഇഷ്ടത്തോടെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. ഈ കെമിക്കലുകളൊക്കെ വാരി എന്ത് പറയും, ഈസി ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് വാരി വിലയും കുറവായിരിക്കും. ഹെർബലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കെമിക്കൽസിന് വില കുറവായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, ഈസിയുമാണ്. എടുത്തു വെച്ച് കയ്യിൽ പതപ്പിച്ചപ്പോൾ തലയിൽ തേച്ച് കഴുകി കളഞ്ഞാൽ തലമുടി ഫുൾ ഡ്രൈ ആയി നാശമായി പോകും. അതിൻ്റെ കൂടെ ഒരു കണ്ടീഷണർ കൂടെ കൊടുക്കും, വീണ്ടും കെമിക്കൽ, വീണ്ടും അങ്ങോട്ട് തേച്ച് ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ട് മുടി ഫുള്ള് പോയി പോകും. അതിനെക്കാട്ടി നല്ലത് നമ്മൾ നല്ല നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ മുടിക്കും നല്ലതാണ്. നമ്മൾ ഉള്ളിൽ തൈരൊക്കെ നിങ്ങൾ ഒരുപാട് കഴിക്കുന്നതും മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക, ഹെയർ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും ചേച്ചി മുടി കൊഴിയുന്നു എന്ന് പറയരുത്. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. പിന്നെ
പിന്നെ നമുക്കിവിടെ ചെന്നൈ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ് ഇന്ന് തൊട്ട്. കൊറിയർ കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട, പതുക്കെ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. പിന്നെ കൊറിയർ ഒക്കെ വർക്കിംഗ് ആണ് ലോക്ക്ഡൗൺ ആണെങ്കിലും, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. എല്ലാവരുടെ പ്രോഡക്റ്റും അവരവരുടെ കയ്യിൽ എത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ, അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ കാണുമല്ലോ, അവിടേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താഴെ കമൻറ്റുകൾ അയക്കാനും മറക്കരുത്. എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കമൻറ്റുകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള മുടിയുടെ കെയറിന്, ചേച്ചി മുടി ഇങ്ങനെയാണ്, ഇതിന് എന്തെങ്കിലും കെയർ, അങ്ങനെയൊക്കെ ഉള്ള, ഞാൻ വീഡിയോ കമൻസിന് റിപ്ലൈ ചെയ്തില്ലെങ്കിലും തീർച്ചയായിട്ടും കമൻസുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും വറീഡ് ആവേണ്ട. കമൻസുകൾ ധാരാളം അയക്കുക. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.